തന്മാത്രയിലെ ആദ്യത്തേതും അവസാനത്തേതുമായ കാർബൺ ആറ്റങ്ങൾ തമ്മിലുള്ള ബന്ധനം മൂലം ചില സംയുക്തങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള ഘടനയുണ്ടാകുന്നു. അതിനെയാണ് വലിയ സംയുക്തങ്ങൾ അഥവാ ക്ലോസ് ചെയിൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഈ വലിയ സംയുക്തങ്ങളെ ആലിസൈക്ലിക് സംയുക്തങ്ങൾ എന്നും ആരോമാറ്റിക് സംയുക്തങ്ങൾ എന്നും രണ്ടായി തരംതിരിക്കാം. ഏട്ടന് മനസ്സിലായോ? എത്ര പ്രാവശ്യം പറഞ്ഞു തന്നതാ? അതെ, നമുക്കിനി ഫിസിക്സ് പഠിക്കാം. ഈ കെമിസ്ട്രി ഭയങ്കര ബോറാ. അപ്പൊ കെമിസ്ട്രി പാസ്സാവണ്ടേ? അത് കറണ്ട് വന്നിട്ട് മതി. വെളിച്ചത്തിരുന്ന് പഠിക്കാത്തോണ്ടാ എന്റെ തലയിലൊന്നും കയറാത്തത്. ഈ പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞാൽ അതാണല്ലോ. അതെ, ഈ പ്രകാശ സംശ്ലേഷണം ബയോളജിയിലാ. അപ്പൊ ബയോളജിയും തലയിൽ കയറിയിട്ടില്ല എന്നർത്ഥം. ആ, അതാണ് എല്ലാം കൂടി ഒരു ദിവസം പഠിപ്പിച്ചുള്ള കുഴപ്പം. അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോവില്ലേ? ഒളിച്ചോടി പോയിട്ടില്ല കാട്ടുകന്തർവൻ. എന്തെല്ലാം ഇരുട്ടിരിക്കണേ? ഈ മുട്ടിഞ്ഞ പവർ കട്ട് ഇനി തീർന്നില്ലേ? ഏട്ടാ, ഈ ഫിലാഡൽഫിയയിൽ പവർ കട്ട് ഉണ്ടോ? ഫിലാഡൽഫിയയിൽ പവർ കട്ടില്ല. അവിടുന്ന് 1300 കിലോമീറ്റർ പ്ലെയിനിൽ സഞ്ചരിച്ചാൽ സാൻ ഫ്രാൻസിസ്കോയിൽ അവിടെയാണ് എപ്പോഴും പവർ കട്ട്. ആ, നീ എപ്പോ വന്നു? ഞാൻ ടൂർ കഴിഞ്ഞ് ഫിലാഡൽഫിയ ഇപ്പൊ ലാൻഡ് ചെയ്തുള്ളൂ. നിനക്ക് സുഖമല്ലേ അനിയാ? നടന്നു നീ വല്ലാണ്ട് മെലിഞ്ഞു. എടാ സച്ചി, ചുറ്റുവട്ടത്തൊക്കെ കറണ്ട് ഉണ്ടല്ലോ, എന്നിട്ടെന്താ നമുക്ക് മാത്രം ഇല്ലാത്ത? ഇതാണ് ഇലക്ട്രിസിറ്റി ബോർഡുകാരുടെ ഒരു കാര്യം. ഒരു 3-4 മാസത്തെ ബില്ലടച്ചില്ലേ അപ്പാമാര് ഫീസ് വരും. ഇവൻ രാവിലെ പറഞ്ഞുള്ളൂ ബില്ലടച്ചില്ലേ അപ്പ ഫീസ് വരുന്ന്. നീ പറഞ്ഞില്ലേടാ? അങ്ങോട്ട് വന്ന് ഒരു കാര്യം പറഞ്ഞു. നീ വല്ലാണ്ട് പെര നിറഞ്ഞു. ഒന്നും കഴിക്കുന്നില്ലേ നീ? വാതിലിക്കൂടി പോലും കടക്കുന്നില്ലല്ലോ മോനെ. അയ്യോ, എന്താടാ സച്ചി? ഇരുട്ടോണ്ട് ഞാൻ പല ഓട്ടകൾ അടിക്കാൻ. അല്ല മോളെ, അത് ലൈറ്റ് ഇട്ട് അടിക്കണ ഇരുട്ടടി എന്ന് പറയാ. നീ ആരാടോ? 2 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനാ ചേട്ടൻ മോന്റെ കൂമ്പിനിട്ടപ്പോ തന്നത്. 1, നാളെ വൈകുന്നേരം ഏട്ടൻ വീട്ടിൽ വരുമ്പോഴേക്കും ഇവിടെ കറണ്ട് ഉണ്ടാവണം. 2, ഒരു പെണ്ണിനെ വളയ്ക്കാൻ നടക്കുമ്പോ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ 4 തുട്ടെങ്കിലും പോക്കറ്റ് ഉണ്ടാവണം. മനസ്സിലായടാ? പതുക്കെ. ഗുഡ് നൈറ്റ് ഏട്ടാ. ഭക്ഷണം കഴിച്ചിട്ട് കിടന്നോട്ടാ. ആ കിളവന്റെയും ഭാവം കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒരു ചാക്കിനകത്തിട്ട് കെട്ടിക്കൊണ്ട് പോകാൻ തോന്നും. അവരെന്താടി തവള കൊടുത്തക്കാരോ നിന്നെ ചാക്കി കെട്ടിക്കൊണ്ടുപോവാൻ? മാന്യമര്യാദക്ക് പെണ്ണാലോചിച്ച് വന്നല്ലേ, അതിന് നീ എന്താ എത്ര ചുണ്ടു പിടിക്കണേ? ഒരു പെണ്ണാലോചന. ഇഷാക്കല്ലേ പിശാശ്. വേറെ ആരും കണ്ടില്ല. ഐ ഹേറ്റ് ഇറ്റ്. പൊണ്ടോട്ടാണ് നോട്ട് ആസ്ഥാനത്താ. അല്ല, മിനിഞ്ഞാന്ന് വരെ ഇവിടെ തെണ്ടി തിരിഞ്ഞ് നടന്ന ചക്കനാണല്ലോ ഇഷാക്ക്. ഇസ്രായേലിൽ പോയപ്പോ അവന് ഇത്ര പെട്ടെന്ന് ക്യാമനായ. എന്തായാലും ഇപ്പൊ ക്യാമനാണല്ലോ, പിന്നെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, പക്ഷേ അതിന് വേറെ ആളെ നോക്കണം. എന്റെ ദൈവമേ, ആ ഇഷാക്കിന് എത്രയും പെട്ടെന്ന് നല്ല ബുദ്ധി തോന്നിപ്പിച്ച് ഈ ശല്യത്തിന്റെ പെട്ടിയെടുത്ത് ഇവിടെ ഇവിടുന്ന് കെട്ടിക്കണേ. ചൂട് ചായ ഇരിക്കണേ. ഉപ്പാപ്പോ, ഇഷാക്ക് ഇവിടെ കെട്ടിയ ഒറ്റയടിക്ക് 2 ബാധ ഒഴി. 1, ആ പരട്ടക്കളവൻ ഇവളുടെ ഗ്രിഗറി ഗ്രാൻഡ് പാ. പിന്നെ ഇല്ലാത്ത കള്ളക്കണക്ക് എഴുതി ഉപ്പാപ്പാടെ ചുമര് വൃത്തിയേടാക്കുന്ന ഗ്രിഗറി ഗ്രാൻഡ് പാടെ ഗ്രാൻഡ് ഡോട്ടർ കിർകിറി. അതെ, കണ്ണുപോയാലേ കണ്ണിന് വില അറിയൂ. ഞാൻ പോയ കാശ് കിടന്നേരം ഇവിടെ വേറൊരു ജെനിഫർ ഉണ്ടാവില്ല. നീ പോയാ ഞാൻ ഇന്റർനെറ്റ് വഴി grigri.com കടം ചോദിക്കും. നീ ആ ഗ്രിഗറിയുടെ പോക്കറ്റിൽ നിന്ന്, അയാളുടെ പോക്കറ്റിൽ കോപ്പുണ്ടാവും, നീ ഷാക്കിന്റെ പോക്കറ്റിൽ നിന്ന് എന്താ കിട്ടണെന്ന് വെച്ചാ അതെടുത്ത് ഇസ്രായേൽ ഷെയ്ക്കിൽ മാറി ഡോളേഴ്സായിട്ട് അപ്പ പയച്ചെന്നാ മതി. ഇവിടെ പൈസക്ക് ഭയങ്കര ടൈറ്റാടി. ആ പൈസ കിട്ടുമ്പോ ഈ ചെവരൊക്കെ ഒന്ന് വെള്ളം വലിക്കണം. ആ നേരം കൊണ്ട് ചന്തയിൽ പോയി ഒരു വണ്ടി വലിക്ക്, എന്തെങ്കിലും കാശ് കിട്ടും. ഒഴിക്കണില്ലേ? ആ, കുടിക്കായിരുന്ന നിങ്ങളൊക്കെ അനുഭവിക്കാൻ പോണേ ഉള്ളൂ. എടീ, കുടിച്ച ഗ്ലാസ് എഴുതി വെച്ചിട്ട് പോടി. ഒരു പെൺകുട്ടി കുടിച്ച ഗ്ലാസ് എഴുതി വെച്ചാലേ മാനം ഒടിഞ്ഞു പോകുന്നില്ല. Sir, can you tell me the way to Ernakulam? അതിപ്പോ go this way, that way. Bus stop. എറണാകുളം ബസ്. Okay. സച്ചി വന്നുണ്ട്. നമ്മൾ അവരുടെയും സമ്മാനം മേടിച്ചു എന്നറിഞ്ഞാ പൊരിച്ചു തിന്നു അവൻ. മാറ്റിക്കോ. അയ്യോ, എനിക്ക് ആരെ കാണാൻ പറ്റില്ല. അയ്യോ, എന്താ അയ്യോ, ആരാ നിങ്ങൾ ചാക്കിലാക്കിയത്? അയ്യോ, എന്താ? അല്ല, ഇതെന്താ വയസ്സന്മാരുടെ ഫുട്ബോൾ ടീമോ? ഒരേ മാതിരി. ആരാ ഗോളി? അതിപ്പോ പിടിക്കുന്ന ആരാണോ അയാള് ഗോളി. എന്നാ ഞാൻ ഗോളി. സത്യം പറ, ഇത് എവിടെ നിന്ന് ഒപ്പിച്ചു? രവീന്ദ്രൻ സാറിന്റെ മകൻ നന്നായി ഫുട്ബോൾ കളിക്കുമെന്ന് പറഞ്ഞ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് അഡ്വാൻസ് മേടിച്ചാണോ യൂസുക്ക? അതിപ്പോ ആരെങ്കിലും സ്നേഹത്തോട് തന്നാ വേണമെന്ന് പറയാൻ പറ്റുമോ? ഇല്ലേ? നമ്മുടെ പഴയ പാട്ടുകാരി ആര്യാദേവി മോളും വന്നിരുന്നു. അത് ശരി. ഓ, നിങ്ങളുടെയൊക്കെ പഴയ ചരക്കാണല്ലോ. അവരെ പറ്റി തോന്നിവാസം പറയരുത്. ഓ, വിശേഷണം തെറ്റിയല്ലേ? പിന്നെ എന്താണാവോ ആ മാന്യ മകളാരത്നത്തിന് വിളിക്കേണ്ടത്?
അയാൾ ഉണ്ടാക്കിയ പാട്ട് പാടിയിട്ട് ആര്യാദേവിക്ക് പേരും പ്രശസ്തിയും കിട്ടിയെന്നുള്ള നേരാ. പക്ഷേ ആ കടപ്പാടിന്റെ പേരും പറഞ്ഞ് മുതലാക്കാൻ ചെന്ന ആരെങ്കിലും നിന്ന് കൊടുക്കുവോ? നിന്റെ അച്ഛന്റെ പ്രതിഭയും സംഗീതം ഒക്കെ കൊള്ളാം, പക്ഷേ ചില നേരത്തെ ആളൊരു മഹാബോറനായിരുന്നു. അത് പിന്നെ നിങ്ങളൊക്കെ ആയിരുന്നില്ലേ കൂട്ട്? മോനെ, അച്ഛന്റെ സംഗീതത്തിനെ ഞങ്ങൾ കൂട്ടുണ്ടായിരുന്നുള്ളൂ. അതും സിനിമയുടെ പത്രാസൊക്കെ വരുന്നതിന് മുന്നേ പിന്നെ മാത്രം. പണവും പ്രശസ്തിയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് കൊണ്ടു നടക്കാനും ചൂഷണം ചെയ്യാനും ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. അച്ഛന്റെ ചീത്ത വശ എപ്പോഴും നിന്റെ തലയിൽ കയറിയിട്ടുള്ളൂ. നിന്റെ അച്ഛൻ ഉണ്ടാക്കിയ സംഗീതത്തിന്റെ നന്മയുണ്ടല്ല, അതൊന്ന് തൊട്ടു നോക്കാൻ പോലും നീ മെനക്കെട്ടിട്ടില്ല. കലാകാരനായ അച്ഛനെ പോലെ നശിച്ചു പോകും എന്നുള്ള നിന്റെ മണ്ടൻ പ്രമാണം ഉണ്ടല്ല, എത്ര ആലോചിച്ചിട്ടും അതാ എനിക്ക് പിടിയിട്ടാത്ത. അതെ, പെട്ടിപ്പാട്ടും കേട്ട് ഈ ഗുദാമിൽ ഇങ്ങനെ ചടഞ്ഞുകൂടി കിടക്കണ നിങ്ങൾക്കൊന്നും പിടികിട്ടില്ല. പാതിരാത്രി വരെ കസർത്ത് തട്ടി ഓടി നടന്നിട്ടും മാസം ഒന്ന് വട്ടുവെത്തിക്കാൻ ഞാൻ പറഞ്ഞ പാഠം എനിക്കറിയാം. അതിന്റെ ഇടയിലാ കോപ്പിലൊരു സംഗീതം. കാരസ്കരത്തിൻ ഗുരു പാലിട്ടാൽ കാലാന്തരേ കയ്പ് ശമിപ്പതുണ്ടോ? അതുമായിട്ട് എന്താ ബന്ധം? നീ വിട്ടേ, ഇതും കൊണ്ട് വേറെ കാര്യമുള്ളതാ. നീ പോർത്തേക്കാ. എനിക്ക് ഓടാൻ വയ്യ, ഇതെനിക്ക് വേണം. ആ മാത്തച്ചായനെ കൂട്ടി പോകായിരുന്നു, അയാളെ പറഞ്ഞ് അയക്കുകയും ചെയ്തു. അതിനാ കുട്ടിയും കൂടെ വരുന്നുണ്ടല്ലോ അമ്മ. പരിചയമില്ലാത്ത സ്ഥല, പരിചയമില്ലാത്ത ആൾക്കാരും. ഇവിടെ വന്നിട്ടും അമ്മയുടെ ടെൻഷൻ മാറിയിട്ടില്ല. അങ്ങനൊരു അവസ്ഥയിലായിപ്പോയില്ലേ നമ്മള്. ഗുഡ് ഈവനിങ് മാഡം. വാ, ഡ്യൂട്ടി കഴിഞ്ഞോ? ഈ ഡ്രസ്സില് യു ലുക്ക് മോർ ക്യൂട്ട്. യൂണിഫോമിലും നല്ലതാ കേട്ടോ. ജ്യൂസ് കഴിക്കുന്നോ? അയ്യോ വേണ്ട, ഗസ്റ്റിന്റെ കയ്യിൽ നിന്ന് ഒരു ട്രീറ്റും സ്വീകരിക്കരുതെന്നാ ഞങ്ങളുടെ റൂള്. അതിനിപ്പോ ഡ്യൂട്ടിയിലല്ലോ. എന്നാലും വേണ്ട. ഓക്കെ, നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം. സന്ധ്യയ്ക്ക് മുമ്പേ വീട്ടിലെത്തണായിരുന്നു. എങ്ങോട്ടാ പോണ്ടേ? അങ്ങനെയൊന്നുമില്ല, ഷോപ്പിംഗ് ഒരു പേര്. കൂട്ടത്തില് തന്റെ ആ ഫ്രണ്ടിനെ ഒന്ന് കാണണം. ഇവിടെ ഒന്ന് ഷൈൻ ചെയ്ത് പോയില്ലേ, ആ വകയില് ചെറിയൊരു കട ഉണ്ട്. എന്താ? ഈ കുട്ടിയുടെ ഒരു കാര്യം, അത് പോട്ടെ പൂജ. ഒരു തമാശയില്ലേ അമ്മ? ഇല്ലെങ്കിൽ എനിക്കിന്ന് കിടന്ന് ഉറക്കം വരില്ല. ആ, എവിടെ പോയാലാ തന്റെ ഹീറോയിനെ ഒന്ന് കാണാൻ പറ്റുക? തനിക്കറിയായിരിക്കൂലല്ലേ? കടലിൽ മുങ്ങിയ കപ്പലിൽ പോകണ പാർട്ടിയാ. നോക്കാം. താങ്ക് യു. ബൈ. 10 രൂപ. ഇവിടെ ഇപ്പൊ ആരെങ്കിലും വിളിച്ചേ? വെൽക്കം വെൽക്കം വെൽക്കം. ഹായ്. ഇവിടെ ഒരു സെയിൽസ്മാൻ ഉണ്ടല്ലോ, സച്ചിദാനന്ദൻ. ഏത് ഷോപ്പില്? ഷോപ്പറിയില്ല, സച്ചിദാനന്ദൻ. സച്ചിന്നാ വിളിക്കുക. അയ്യോ, അറിയില്ല കേട്ടോ. ഇവളെന്തിനാ എന്നെ അന്വേഷിക്കണത്? അത് ഈ പെണ്ണിന്റെ കൂടെ. മോളെ വയറുമ ടച്ച് ചെയ്യാണ്ട് പോണേ. ഞാൻ വാ വാ. അയ്യോ, മോളിലേക്ക് പോവല്ലേ? തല പുറത്ത് കാണിക്കട്ടോ. ഒന്ന് ഞെക്കിത്താരെങ്കിലും. ഇതെന്താ സ്കൂൾ വിട്ടാണോ? അല്ല, ഒന്നുമില്ല. ഇതിന്റെ ഡോറെന്താ പുറത്തേക്ക് വരാത്തെ? ഞാൻ വിചാരിച്ച ആകാശത്തേക്ക് പോയത്. വരുന്നുണ്ട്. ഒന്ന് പോകണ്ട ഇവിടുന്ന്. ഞാൻ പറഞ്ഞോട്ടെ, ഒന്നുമില്ല. ടൈം പാസ്. ആരാ? ഇടക്കാലാശ്വാസമായിട്ട് കിട്ടിയിരുന്ന ഒരു പണി നീ കാരണം ഇല്ലാണ്ടായി. ഇയാൾക്കപ്പ എന്റെ പേരൊന്ന് വിളിച്ചുകൂടായിരുന്നോ? ഞാൻ എത്ര പ്രാവശ്യം നിന്നെ ജെന്നി ജെന്നിന്ന് വിളിച്ചു.
നീ കേട്ടത് പന്നി പന്നീന്നല്ലേ? ടൈ ഒക്കെ കെട്ടി വലിയ കൊമ്പത്തി ഉദ്യോഗമാണെന്നല്ലേ വീൻ പിടിച്ചിരുന്നത്? തയ്യൊക്കെ ഉണ്ടായിരുന്നല്ലോ ബാക്കില്, നീ കണ്ടില്ലേ? എന്താ അവിടെ എഴുതണത്? കണക്ക്. ഡോക്ടറെ കണ്ടതും സ്റ്റിച്ച് ഇട്ട വകയിലും പിന്നെ അവിടെ നിന്ന് ഇവിടെ വരെ ഓട്ടോറിക്ഷ പിടിച്ചു വന്നതും എല്ലാം കൂടെ കൂട്ടി 310 രൂപ. ആ മറന്നു വന്നു. പിന്നെ 60 രൂപ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങിയത്. അപ്പൊ എല്ലാം കൂടെ കൂട്ടി 370 രൂപ. അത് ആ കുട്ടിയല്ലേ കൊടുത്തത്, അതിന് ഇയാളെന്തിനാ കണക്കെഴുതുന്നേ? അത് തൽക്കാലത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ്. നാളെ കാലത്ത് ഞാൻ തിരിച്ചു കൊടുക്കൂലേ? ഇയാളെ പോലെ അല്ല ഞാൻ, എനിക്കേ അഭിമാനമുണ്ട്. അത് നീ എനിക്കിട്ടൊന്ന് ആക്കിയതാണല്ലോ. എനിക്ക് അഭിമാനം കൂടിയതുകൊണ്ടാ ദരിദ്രവാസിയായിരുന്നിട്ടും 10,000 രൂപയുടെ കെട്ട ആ തള്ളയുടെ മോളുടെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് കൊടുത്തത്. അതെ, അത് പറയാനാ കുട്ടി എന്നെ വിളിച്ചോണ്ട് വന്നത്. അല്ലാതെ നായകന്റെ വീരസിംഗ് കണ്ട് പ്രേമപരേഷായി പുറയൊന്നും വന്നല്ല. പിന്നെ നായകൻ വലിച്ചെറിഞ്ഞ നോട്ടുകൾക്കിടയിലേ 100ന്റെ 5 ഗാന്ധി കുറവുണ്ടായിരുന്നു. അടിച്ചു മാറ്റിയില്ലേ കള്ളൻ. ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഹോട്ടലിൽ എത്താറപ്പോഴൊരു കാര്യം ഓർമ്മ വന്നത്. അതാ ഓട്ടത്തിന് തിരിച്ചു വന്നേ. നമസ്കാരം സേട്ടു പാപ്പ. ഇന്നലെ ഇവിടെ വന്നു പോയപ്പോ അമ്മ പറഞ്ഞു സേട്ടു പാപ്പന്റെ കയ്യില് പഴയ റെക്കോർഡ്സിന്റെ നിറയെ കളക്ഷൻസ് ഉണ്ടെന്ന്. എവിടെ ഒന്ന് കാണാൻ പറ്റുമോ? ഓ അതിനെന്താ, ഒരുപാട് ഉണ്ടായിരുന്നാണ് കേട്ടാ. ഒക്കെ ഓരോരുത്തർ കൊണ്ടുപോയി അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി. നീ ആ ചുമരം എഴുതിയിട്ടോ, എന്നിട്ട് 500 രൂപ കൊച്ചിനോടത്തേക്ക്. നമുക്കെന്തിനാ വല്ലവരുടെ കാശ്? നാണക്കേടല്ലേ? നമുക്ക് അഭിമാനമല്ലേ വലുത്. അഭിമാനില്ലേ? അഭിമാനം ഇല്ലേന്ന് ചോദിച്ചാ സത്യം പറഞ്ഞ ഞാൻ അറിഞ്ഞോണ്ടല്ല. ഈ അമിതാഭ് ബച്ചനും ജയബാദ്രി അഭിനയിച്ച അഭിമാൻ ഇല്ലേ? ഓ അതില്ലാത്ത ചില ആളുകളോട് വന്നു പോകുന്നോണ്ട് അത് മാത്രം ഇവിടെ വെക്കാറില്ല. സേട്ടു പാപ്പ, ഓ ഈ അഭിമാൻ കിട്ടണമെങ്കിൽ 500 രൂപ കൊടുക്കേണ്ടി വരും അല്ലേ? 500 രൂപ എടുത്തേ. ഒരു 500 രൂപ തരാൻ. ഈ സമയത്ത് ഞാൻ പ്രായം നോക്കൂല മോനെ. ഈ കയ്യകലത്തുനിന്ന് മാറി നിന്നേക്ക്. എടാ 500 വേണ്ടി ഞാൻ ആരാണ്? സേട്ടല്ലേ. ഇപ്പൊ വെറും പാട്ട് മാത്രമല്ലേ ഉള്ളൂ. നോക്ക്, നീ ഒരു കാര്യം ചെയ്യ്. നീ ഒരു കാര്യം ചെയ്യേ. 500 രൂപയ്ക്ക് അത് 2 കിടക്കെടുത്ത് കൊടുത്തേക്ക്. കിടക്കായിട്ട് കൊടുത്താ തെറ്റിദ്ധരിക്കില്ലേ? എന്നാ പിന്നെ നീ വേറൊരു കാര്യം ചെയ്യ്. എന്താ? എന്നെ അങ്ങോട്ട് പണയം വെച്ച് എന്നിട്ട് കിട്ടണ അങ്ങോട്ട് കൊടുത്തേക്ക്. അല്ല, ഞാൻ 5 പൈസ അല്ല ചോദിച്ചത്, 500 രൂപയാ. ആ പെൺകൊച്ചിന്റെ മുമ്പിൽ വെച്ചാൽ നാറ്റിക്കരുത്. എന്റെ അഭിമാനം. അഭിമാൻ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നോ? നേരത്തെ ഉണ്ടായിരുന്നു, കുറച്ചു നേരം മുമ്പാ വിറ്റത്. എന്നെ പറ്റി എന്താ വിചാരിച്ച്? വെറുതെ ഇരിക്കുന്ന അമിതാഭ് ബച്ചനെ ജയബാദുരൊന്നും ഇതിൽ പിടിച്ച് വലിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഇതിൽ പൊക്കോണ്ടെന്ന് വിചാരിച്ചു ഞാനെന്താ അങ്ങനെ കണ്ട പേടിക്കുന്നു വിചാരിച്ചോ? ഞാൻ കണ്ടിട്ടുണ്ട് അമിതാഭ് ബച്ചന്റെ സിനിമയൊക്കെ, എനിക്ക് അങ്ങനെ നന്നായിട്ട് അറിയാം. അല്ല പിന്നെ എല്ലാവരോടും കുറെ നേരമായി അഭിമാൻ അഭിമാൻ അഭിമാൻ. 500 രൂപ തന്നിട്ടാണെങ്കിൽ ഞാൻ കൂലിപ്പണി എടുക്കും. അല്ല, കൂലിപ്പണി എടുത്തിട്ടാണെങ്കിൽ 500 രൂപ തിരിച്ചു തരും. നിനക്ക് ഞാൻ വച്ചണ്ടാ യൂട്യൂബ് ബ്രൂട്ടസി. കൊറേ നേരമായി നിക്കണ്. കൊറേ നേരം ഓടണോ? എന്റെ വഴി ഇങ്ങടാ. ചേട്ടാ, ഒന്ന് ആശുപത്രി വരെ കൊണ്ടുപോകും. മൂക്കിന്റെ ബ്രിഡ്ജ് പോയി. ഒന്ന് വേഗം എടുക്കട്ടാ, സ്റ്റിച്ച് പൊട്ടി. പോ.